പുരുഷന്മാർക്ക് വേണ്ടിയാണ്. ഇന്ന് ക്ലിനിക്കിൽ ഒരു പേഷ്യന്റ് വന്നു. 20 വയസ്സുള്ള മെയിലാണ്. കംപ്ലൈന്റ് വേറെ ഒന്നല്ല, ലിംഗത്തിന്റെ അഗ്രഭാഗത്ത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് ചൊറിച്ചിലും പുകച്ചിലും അനുഭവപ്പെടുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഞങ്ങൾ തേർഡ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് സർജറി സബ്ജക്ട് ഉണ്ട്. അത് കൈകാര്യം ചെയ്തിരുന്നത് ഒരു അലോപ്പതി സർജൻ ആയിരുന്നു. അദ്ദേഹം നമ്മളോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഉണ്ടാവുന്ന കുട്ടി ആൺകുട്ടിയാണെങ്കിൽ 7 വയസ്സിനുള്ളിലായിട്ട് സർക്കംസിഷൻ ചെയ്യണമെന്ന്. സാർ ഒരു ബ്രാഹ്മണായിട്ട് പോലും സാർ ഇങ്ങനെ പറയാനുണ്ടായ കാര്യം വേറെ ഒന്നല്ല, അദ്ദേഹത്തിന്റെ 40 വർഷത്തെ സർജിക്കൽ എക്സ്പീരിയൻസിൽ ഇതുവരെ ഒരു മുസ്ലിമിന് പെനിസിന് ക്യാൻസർ വന്നതായിട്ട് അദ്ദേഹം കണ്ടിട്ടില്ല. ഈ പെനിസിന് വരുന്ന ക്യാൻസറും സർക്കംസിഷനും തമ്മിലുള്ള ബന്ധം ഞാൻ പറഞ്ഞുതരാം. പ്രിയമുള്ളവരെ, ഇവിടെ ഈ ഡോക്ടർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ചേലാകർമ്മം ചെയ്യുന്ന സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഈ ചേലാകർമ്മം എന്നുള്ളത് ഈ അടുത്ത കാലത്ത് വരെ ഇപ്പോഴും ഇസ്ലാമിൻ്റെ ബദ്ധവൈരികളായിട്ടുള്ള ചില ആളുകൾ അതെടുത്തുകൊണ്ട് വളരെ മോശമായിക്കൊണ്ട് പുറത്ത് കാണിക്കുന്ന ഒരു കാര്യമാണ്. അതിനവർ മേമ്പൊടിയായിട്ട് കൊണ്ടുവരിക സ്ത്രീകളുടെ ചേലാകർമ്മവും നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. സ്ത്രീകളുടെ ചേലാകർമ്മം നടത്തുവാൻ ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. മുസ്ലിങ്ങൾ അത് ആ ഒരു രീതിയിൽ ചെയ്യുന്നുമില്ല. പിന്നെ എവിടെയെങ്കിലും ഏതെങ്കിലും ഗോത്രങ്ങൾ ഏതെങ്കിലും രാജ്യത്ത് ഏതെങ്കിലും ആളുകൾ ചെയ്യുന്നെങ്കിൽ അത് ഇസ്ലാം ഉത്തരവാദിയുമല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഈ മാഡം പറയുന്നത് ചേലാകർമ്മം ചെയ്യുന്ന ആ ഒരു കാര്യത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ്. ഇവിടെ ആരിഫ് ഹുസൈനെ പോലെ HL മുസ്ലിങ്ങളായിട്ടുള്ള പല ആളുകളും ഈ ഒരു കാര്യത്തിന് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻ്റ് കാണിക്കാം. അപ്പോൾ അതുപോലെയുള്ള ആളുകളൊക്കെ പറയുന്നത് ഈ ചേലാകർമ്മം നിർവഹിക്കുക എന്നുള്ളത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്, കുട്ടികൾക്ക് പെയിൻഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ്, അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള രൂപത്തിലാണ് അവരെ പോലുള്ള ആളുകൾ പറയുന്നത്. അത് ഇതിൻ്റെ ഗുണമോ ദോഷമോ ഒന്നും നോക്കിയിട്ടല്ല, ഇസ്ലാമിനെ എതിർക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവർ, ഇനി ഈ സഹോദരി പറയുന്ന, ഈ ഡോക്ടർ പറയുന്ന കുറച്ച് ഭാഗം കൂടി കേൾക്കുക. ഒരു ബ്രാഹ്മണനായ ഒരു സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഡോക്ടർ, അയാൾ പറയുന്നത് 7 വയസ്സിന് മുമ്പേ കുട്ടികളുടെ ചേലാകർമ്മം നിർവഹിക്കുക എന്നുള്ളതാണ്. അത് എന്തിനു വേണ്ടി? ഇപ്പോൾ ഇതിൽ ആദ്യമേ പറഞ്ഞു ലിംഗത്തിൽ ക്യാൻസർ മുസ്ലിങ്ങൾക്ക് വരാറില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട്? ഇനി അത് മാത്രമാണോ, ലിംഗത്തിൽ ക്യാൻസർ എന്നുള്ള പ്രശ്നം മാത്രമാണോ? അല്ല, മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് ഇവർ വിശദീകരിക്കുന്നത് കേൾക്കുക, മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആരിഫ് ഹുസൈൻ്റെ വിടുവായത്തം കുറച്ച് കേൾക്കാം. സർക്കംസിഷൻ ചെയ്യാന്ന് പറഞ്ഞാല് നമ്മളുടെ ലിംഗത്തിന്റെ അറ്റത്തുള്ള സ്കിന്ന് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ സ്കിന്ന് കട്ട് ചെയ്യാത്തിടത്തോളം അതിന്റെ ഉള്ളിൽ സ്മെഗ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വഴുവഴുപ്പുള്ള വെളുത്ത പാട പോലത്തെ ഫ്ലൂയിഡ് പ്രൊഡക്ഷൻ ഉണ്ടാവും. ഇത് നമ്മൾ മൂത്രം ഒഴിക്കുന്ന സമയത്ത് നമ്മളുടെ ഈ സ്കിന്നിന്റെ ഇടയിൽ മൂത്രം തങ്ങി നിന്നിട്ട് ഈ സ്മെഗ്മയായിട്ട് മിക്സ് ആയിട്ട് അത് ഇറിറ്റേഷൻ ഉണ്ടാക്കും, ചൊറിച്ചിലുണ്ടാക്കും, ഇൻഫെക്ഷൻ ഉണ്ടാക്കും. അങ്ങനെ ഭാവിയിൽ മെല്ലെ മെല്ലെ ചിലപ്പോൾ അത് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ട്. ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങളോട് സർക്കംസിഷൻ ചെയ്യണമെന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലത്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിംഗം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. അതിനു വേണ്ടിയിട്ട് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ലിംഗത്തിന്റെ അഗ്രഭാഗം നന്നായിട്ട് വാഷ് ചെയ്യുക. കുളിക്കുന്ന സമയത്ത് ലിംഗത്തിന്റെ അഗ്രഭാഗം നന്നായിട്ട് വാഷ് ചെയ്യുക. അത് വാഷ് ചെയ്തില്ല എങ്കിൽ ദുർഗന്ധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ ഈ മുസ്ലിങ്ങൾ എന്നല്ല, ഇതിൽ 2 തരത്തിലാണ് ചേലാകർമ്മം ചെയ്യുന്നത്. 2 തരം എന്താണെന്ന് പറയാം. ചേലാകർമ്മം നിർവഹിച്ച ആളുകളുടെ അവർക്ക് ആ ഒരു ബാഡ് സ്മെല്ല്, അതുപോലെ ഫംഗസ്, അതുപോലെ ആ ഒരു വൃത്തിയില്ലായ്മ, ചൊറിച്ചിൽ ഒന്നും ഉണ്ടാവാറില്ല. അത് മാത്രമല്ല, ആ ഒരു അവയവം കൊണ്ട് ഉള്ള 1-2 ഉപയോഗങ്ങളുണ്ടല്ലോ, അതിൽ ഏത് ഉപയോഗമാണെങ്കിലും ചേലാകർമ്മം നിർവഹിക്കാത്തവരേക്കാൾ ചേലാകർമ്മം നിർവഹിച്ചവർക്കാണ് ഒന്നുകൂടിയും ഈസി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണം കൂടുതൽ എന്നുള്ളത് മനസ്സിലാക്കുക. എനിക്ക് അത്രയ്ക്ക് ആ ഒരു വിഷയത്തിൽ പറയാൻ കഴിയുള്ളൂ. ഓക്കെ, ഇവിടെ ഈ ഡോക്ടർ പറഞ്ഞത് ചേലാകർമ്മം എന്നുള്ളത് അത് നിങ്ങൾ ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പറയുന്നത്. അത് അവർക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേലാകർമ്മം ചെയ്തോളൂ നല്ലതാണെന്നൊക്കെ പറയാം. അപ്പം ഞാനും പറയുന്നത് മുസ്ലിം മതവിശ്വാസികൾ, ഇസ്ലാം മതവിശ്വാസികൾ എല്ലാവരും അത് ചെയ്യാറുണ്ട്. പിന്നെ ഇസ്ലാമിൽ പിറന്നു, അതിനുശേഷം മാതാപിതാക്കൾ ചേലാകർമ്മം നിർവഹിക്കും. അത് ഡോക്ടറെ കൊണ്ട്, ഇപ്പോൾ ഡോക്ടറെ കൊണ്ടും ഒക്കെയാണ് ചെയ്യിപ്പിക്കാറുള്ളത്. അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നീട് ഒരു 10, 30, 40 വയസ്സായതിനു ശേഷം അവന് നിസ്കരിക്കാൻ വയ്യ, അവന് നോമ്പ് പിടിക്കാൻ വയ്യ, മടിയാണ്, അവന് ഇസ്ലാമികമായിട്ട് ജീവിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, ഞാൻ HL മുസ്ലിം ആകുക എന്നും പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ അവന് കുറ്റബോധം വരികയാണ്. എൻ്റെ ആ അഗ്രചർമ്മം, അതെൻ്റെ മാതാപിതാക്കൾ എന്നിൽ നിന്ന്
കട്ടെടുത്ത് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ യൂട്യൂബിൽ ഇരുന്നിട്ട് വിച്ചുമ്പേയും പറയും. അവർക്ക് നഷ്ടബോധമോ കുറ്റബോധമോ എന്തോ ആവട്ടെ, അതിൽ നഷ്ടബോധവും കുറ്റബോധവും ഒന്നും ഇല്ല എന്നുള്ളത് അവരുടെ ഉള്ളുകൊണ്ട് അവർക്കറിയാവുന്ന കാര്യമാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെ എതിർക്കുക ഒരു കുട്ടിയുടെ വളരെ അതിന് മാത്രമുള്ള വേദനയൊന്നുമില്ല. ഇതൊക്കെ ചെയ്ത ആളുകൾ തന്നെ. ഈ പറയുന്ന ആരിഫും ഇത് ചെയ്ത തന്നെയാണല്ലോ അല്ലേ? ഈ ലിയാഖത്ത് അലി ചെയ്തിട്ടുണ്ടേ. അപ്പോൾ അതുപോലുള്ള അലിമാരൊക്കെ ഇസ്ലാം വിട്ട് പോകുന്നതിന് മുമ്പ് കട്ട് ചെയ്ത് പോയി. ഇനി അവർക്കൊന്നും ചെയ്യാല്ല. ഏതായാലും കൂടുതൽ നീട്ടി പറഞ്ഞു പോകുന്നില്ല. നമുക്ക് ആരിഫ് ഹുസൈൻ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നതെന്ന് കേട്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുരുഷ ചേലാകർമ്മത്തെ കുറിച്ചാണ്. അത് സംബന്ധിച്ച് ഞാൻ ഏർപ്പെട്ടിരിക്കുന്ന ഒരു പ്രബന്ധം അല്ലെങ്കിൽ ഒരു ഗവേഷണം, അത് സംബന്ധിച്ചൊരു ലൈവ്, ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതൊരു ചോദ്യാവലി രൂപേണയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരുന്നത്. അത് ഈ ചേലാകർമ്മത്തിനോട് വിരോധം ഉണ്ടായിട്ടോ ഒന്നുമല്ല, ഉപജീവനമാർഗമായിട്ട് ലൈവിൽ ഇങ്ങനെ ഇരുന്ന് പാട്ട് പാടിയിരുന്നു. ഓക്കെ, പാറ ആരിഫേ. അതിനുശേഷം കഴിഞ്ഞ 2 ദിവസമായിട്ട് NRC, നോൺ റിലീജിയസ് സിറ്റിസൻസിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ പുരുഷ ചേലാകർമ്മത്തിനെതിരെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കേസിനെ സംബന്ധിച്ച് സൂചിപ്പിക്കേണ്ടായി. ആ കേസ് പിന്നീട് കൊടുക്കുകയുണ്ടായി. അവിടുന്ന് ഈ ആരിഫിനോട് കണ്ടം വഴി ഓടിക്കൊള്ളാനാണ് പറഞ്ഞിട്ടുള്ളത് കോടതി. ആ സംഭവം അത് മുസ്ലിം വിശ്വാസികളുടെ ഞാൻ ഇതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഈ ചേലാകർമ്മം 2 വിധം ഉണ്ടെന്ന് പറഞ്ഞു. ചെയ്യുന്നവർക്ക് ഒരേ വിധത്തിൽ തന്നെയാണ്. 2 വിധം എന്ന് പറയുന്നത്, ഒന്ന് വിശ്വാസികൾ നടത്തുന്നതാണ്. ഇബ്രാഹിമിയ മില്ലത്തിലുള്ള മുസ്ലിം വിശ്വാസികൾ അവർ ചെയ്യുന്ന ചേലാകർമ്മം, അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. പിന്നെയും ചില മതവിശ്വാസികളൊക്കെ, ഇപ്പോൾ ജൂതന്മാരൊക്കെ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട്. ഇനി രണ്ടാമത് ഒരു വിഭാഗം ഉള്ളത്, അത് അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ചില ആളുകൾക്ക് ആ ഒരു അഗ്രചർമ്മം അത് മുകളിലേക്ക് കയറില്ല, ശരിക്കും വൃത്തിയാക്കാൻ കഴിയില്ല, അതിനുള്ളിൽ ഈ ഫംഗസും അതുപോലെ തന്നെ മൂത്രവും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നിന്നുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുകയും ദുർഗന്ധം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് കാരണമായിക്കൊണ്ട് ചില ആളുകൾ സുന്നത്ത് ചെയ്യാറുണ്ട്. ചില ആളുകൾ വൃത്തിയുടെ ഭാഗമായിട്ട് ചെയ്യാറുണ്ട്, പല അസുഖങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ 2 തരമുണ്ട് എന്ന് പറഞ്ഞാൽ അത് 2 ഐറ്റം അല്ല. സംഭവം ചെയ്യുന്നതൊക്കെ ഒന്ന് തന്നെയാണ്. ഒന്ന് ശാരീരിക അസ്വസ്ഥതകളുടെയും മറ്റു കാര്യങ്ങളുടെയൊക്കെ ഭാഗമായിട്ട്, വിശ്വാസമൊന്നും അല്ല, അത് വൃത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഒന്ന് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട്. ഈ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നവർക്ക് പിന്നീട് അതിൻ്റെ വൃത്തി കാര്യങ്ങളൊക്കെ മനസ്സിലാകും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞു വന്ന ഈ ഒരു കേസ് ഉണ്ടല്ലോ, കേസ് കൊടുത്തു കണ്ടം വഴി ഓടിച്ചു എന്നും പറഞ്ഞു. പക്ഷേ ഈ കേസ് കൊടുത്തത് ഒന്ന് ഇസ്ലാമിനോടുള്ള വിരോധം, അതിനപ്പുറം മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതെന്താണെന്നുള്ളതാണ് ഇനി നമുക്ക് കാണാനുള്ളത്. പാറ ആരിഫേ. അത് സംബന്ധിച്ച് അതിലെ ചെലവിലേക്ക് വേണ്ടി നമ്മളൊരു ഡൊണേഷൻ അത് മുന്നോട്ട് വെച്ചുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു അഭ്യർത്ഥന നടത്തിയിരുന്നു. എൻ്റെ അടുത്ത് ഇതിനൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ വേണ്ടാത്ത പണിക്ക് നിൽക്കണത്? മൂപ്പര് ഈ പരിപാടി, അത് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നിയമ പോരാട്ടത്തിന് വേണ്ടിയിട്ട്, നിയമ പോരാട്ടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിയമ പോരാട്ടം ഇപ്പം എത്ര ഉണ്ടാവും? അത് കയ്യിലുണ്ടെങ്കിൽ പോരെ ഈ ചൊറിച്ചിലിന് ഇറങ്ങുക അല്ലേ? അപ്പോൾ അതിന് ഈ സാധുക്കളേക്കെന്ന്, ഇസ്ലാം വിരോധികളേക്കെന്ന് ഗൂഗിൾ പേ നമ്പറും അതുപോലെ തന്നെ ബാർകോഡും ഒക്കെ വെച്ചുകൊണ്ട് നല്ലോണം പൈസ വാങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇവിടുന്ന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ എനിക്കറിയില്ല മറ്റുള്ളവർ എത്രയൊക്കെ അയച്ചതെന്നുള്ളത്. കിട്ടിയവനെ അറിയുള്ളൂ. കിട്ടിയവൻ എന്തായാലും ഇത് പുറത്ത് പറയില്ല. കാരണം അവൻ്റെ ജീവിതോപാധിയും ജീവിതമാർഗവും ഒക്കെയാണത്. ഓക്കെ, കുറച്ചും കൂടി പറയുന്നുണ്ട്, കേട്ടോ. ഇന്നായിരുന്നു അതിൻ്റെ കേസ് കൊടുക്കേണ്ട, അത് ഫയലിൽ ചെയ്യേണ്ട ഒരു ദിവസം നമ്മൾ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ചില സാങ്കേതിക കോടതിയുമായി ബന്ധപ്പെട്ട ചില കാരണങ്ങൾ കാരണം ഇന്ന് അത് സാധിച്ചിട്ടില്ല. അത് സാധിക്കാത്ത എന്തായിരുന്നു എന്നറിയോ? അത് സാധിക്കാതിരുന്ന് കുറച്ചും കൂടി നീട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ആളുകളിലേക്ക് ആ ബാർകോഡ് എത്തും, അതുപോലെ ഗൂഗിൾ പേ നമ്പർ എത്തും, കുറച്ചും കൂടി ഫണ്ട് എത്തും. അതുകൊണ്ട് നടന്നില്ല എന്നുള്ളതാണ് പറയാം. അപ്പോൾ ഏതായാലും അതിന് മുന്നോടിയായിട്ട് അത് ചെയ്യുന്നതിന് വേണ്ടി പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. അതായത് അത് ഇന്ന് ചെയ്യണമെന്നുള്ളത്. ഒരു ദിവസം വെക്കേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഇടയിൽ ഒരു ദിവസം കിട്ടിയപ്പോൾ ഇന്ന് ചെയ്യണമെന്നാണ് ധരിച്ചിരുന്നത്. ഇന്നത് സാധിച്ചിട്ടില്ല. ഏതായാലും അത് സംബന്ധിച്ചിട്ടുള്ള അപ്ഡേറ്റ്സ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള സമയങ്ങളിൽ പലപ്പോഴും നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കേണ്ടതായിട്ട് വരും എന്നുള്ള സംഭവം. അതെന്താണെന്നറിയോ? ഇനി ഇത് സംബന്ധിച്ച് ഞാൻ കുറച്ച് ഇങ്ങനെ വീഡിയോകൾ ചെയ്യും. ഞാനല്ല കേട്ടോ, ലവൻ കുറച്ച് വീഡിയോകൾ ചെയ്യും. അപ്പം നിങ്ങളതൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണുന്നുണ്ടോ? അതിലും എനിക്ക് ഏണിംഗ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ആദർശം അത് ഉപജീവന ഉപാധിയായിക്കൊണ്ട് കൊണ്ടു നടക്കുകയാണ്. അല്ലെങ്കിൽ ആരിഫ് ഹുസൈൻ ആദ്യം ചെയ്യേണ്ടത് മാതാപിതാക്കൾക്കെതിരെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കണം.
അല്ലേ? ഇയാൾ പറയുന്ന ആ ഒരു ആർഗ്യുമെൻ്റ്, അയാളുടെ വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ 18 വയസ്സായി കഴിയുന്നത് വരെ അത് കട്ട് ചെയ്യരുത്, 18 വയസ്സ് കഴിഞ്ഞിട്ട് അവർക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തോട്ടെ എന്ന്. അതാണ്. ഈ കുഞ്ഞു കുട്ടികൾക്ക് നഖം വളരാറുണ്ട്, നഖം അല്ലേ, മുടി വളരാറുണ്ട്, അതുപോലെ തന്നെ അപ്പിടാറുണ്ട് അല്ലേ, മൂത്രം ഒഴിക്കാറുണ്ട്. അവർക്ക് 18 വയസ്സായിട്ട് ഇതൊക്കെ നമ്മൾ വൃത്തിയാക്കിയാൽ മതി എന്ന് പറയുമോ ആരിഫേ? അനക്ക് കുട്ടികൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഐറ്റിയാലജി നോക്കലുണ്ടോയെന്ന് എനിക്കറിയില്ല. നോക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികളുടെ, ഈ എൻ്റെ എന്ന് പറയുമ്പോൾ നമ്മളെ കണ്ണൂർ ഭാഗത്ത് എൻ്റെ അല്ല കേട്ടത്, ഇത് ഞങ്ങൾ മണ്ണാർക്കാട്ട്. നിന്റെ കുട്ടിയുടെ നഖം വളർന്നു കഴിഞ്ഞാൽ അത് ഈ 18 വയസ്സായിട്ട് വെട്ടിക്കോന്നാ പറയലേ. അതേപോലെ മുടി വളർന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നിന്റെ കൂട്ടണ്ട, ഏതെങ്കിലും ഒരു യുക്തിവാദി എച്ചിൽ മുസ്ലിം ഏതോ ആവട്ടെ, 18 വയസ്സ് കഴിഞ്ഞിട്ട് 18 വയസ്സ് വരെ അവൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവൻ്റെ പാരൻസ് തന്നെയാണ്, അവൻ്റെ ഗാർഡിയൻസ് തന്നെയാണ്, അവൻ്റെ വാപ്പയും ഉമ്മയൊക്കെ തന്നെയാണ്. അതങ്ങനെ തന്നെയാണ്. ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആ പാരൻസിന് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ചേലാകർമ്മത്തിൻ്റെ കാര്യത്തിൽ മാത്രം കണ്ട്, അതേപോലെ തന്നെ ഒരു കുട്ടി ഇപ്പോൾ ഒരു ട്രൗസറും ഒരു ബനിയനും ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വയസ്സായ കുട്ടിയാണ്, അവനക്ക് 18 വയസ്സായിട്ടില്ല, അവൻ 18 വയസ്സായിട്ട് ചോദിക്കുകയാണ്, ഫാദർ അല്ലെങ്കിൽ മദർ, മമ്മി എന്തുകൊണ്ടാണ് എനിക്കപ്പോൾ നിങ്ങൾ ജീൻസ് പാൻറ്റും കോട്ടും ഇട്ട് തരാറുന്ന് അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? അപ്പോൾ ആ 18 വയസ്സ് കഴിഞ്ഞിട്ട് ഇത് വെച്ച് പിടിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അവൻ്റെ മറ്റൊരു ആർഗ്യുമെൻ്റ് ഉള്ളത്. അപ്പോൾ അത്തരം വാദങ്ങളുടേക്കാൾ കൂടുതലായിക്കൊണ്ട് ഇതുപോലെയുള്ള ആളുകൾ പറയുന്നു ഇത് ഇങ്ങനെ ഗുണകരമായൊരു കാര്യമാണ്. അതുകൊണ്ട് ആരും നിങ്ങളെപ്പോലെ ഇസ്ലാം വിരോധം വെച്ചുകൊണ്ട്, ഞാനിത് ഇസ്ലാമിന് വേണ്ടി പ്രത്യേകിച്ച് പറയുന്ന ഒന്നുമല്ല, ഈ ചാനലിൽ ആ ഒരു ടൈപ്പ് വീഡിയോകൾ പരമാവധി കുറക്കാനാണ് ഉദ്ദേശിക്കുന്നതും. ഇത് പറയുന്നത് ഇസ്ലാം വിരോധം മാത്രം വെച്ചുകൊണ്ട് വല്ല ആളുകളും നല്ല രൂപത്തിൽ വൃത്തിയും മെനക്കും പോകുമ്പോൾ അത് വൃത്തികേടാക്കാൻ നടക്കുന്ന അല്ലേ ഇതുപോലെയുള്ള ആളുകൾ അത് ഇസ്ലാം വിരോധം എന്നുള്ള ആ ഒരു കാര്യം വെച്ചുകൊണ്ട് മാത്രമാണ് എന്നുള്ള ഒന്നുകൂടി അറിയിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഈ ഡോക്ടർ പറഞ്ഞ പോലെയുള്ള കുറേ ടോപ്പിക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർക്കൊന്നും ഈ വിഷയം പറഞ്ഞ് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. കാര്യം ആളുകൾക്ക് മനസ്സിലായി അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയാണ്, മെയിൻ വൃത്തിയാണ്. പിന്നെ ഈ ലിംഗ ക്യാൻസർ അത് തീരെ സാധ്യതയില്ലാത്തൊരു കാര്യമൊക്കെയാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇനി വേണ്ടോ ചെയ്യുക, വേണ്ടോ ചെയ്താൽ മതി. ഈ വിശ്വാസികൾ, സത്യവിശ്വാസികൾ, മതവിശ്വാസികൾ അവരുടെ ആ വിശ്വാസം അനുസരിച്ച് ചെയ്തോട്ടെ ആരിഫേ. നിന്റെ എന്തായാലും തുമ്പ് പോയി, ഇനി അത് തിരിച്ചു വെക്കാൻ ഒരു നിവൃത്തിയില്ല, അനുഭവിച്ചോ. ഓക്കെ, ഈ വീഡിയോ അതിൻ്റെ പേര് സൈനിങ് ഔട്ട്, മൻസൂർ, മണ്ണാർക്കാട്.